എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഒപ്പം ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പടവലങ്ങയും പരിപ്പും കൂടെ ചേർത്തിട്ടുള്ള തോരനാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒട്ടും കുഴയാതെ ഈ തോരൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം തൂരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കണം. ഒട്ടും തന്നെ കുഴയാതെ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയും അതുപോലെ തന്നെ ഒരു കുഴഞ്ഞ പരുവത്തിലായിരിക്കും. അപ്പം ഞാൻ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയ്ക്ക് വെള്ളം മതിയാവും ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓവറായിട്ട് വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പടവലങ്ങ വേവിച്ചെടുക്കണം. അപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പം ഒരടുപ്പിൽ പരിപ്പ് വേവിക്കാൻ വെക്കുന്നതിനോടൊപ്പം തന്നെ മറ്റേ അടുപ്പിൽ നമുക്ക് പടവലങ്ങയും വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ 250 ഗ്രാം പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് വെള്ളമുള്ള പടവലങ്ങയാണെങ്കിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വേണം തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരുപാട് വെള്ളം അതിൽ നിന്ന് ഇറങ്ങി നമ്മുടെ തോരൻ ആകെ കുഴഞ്ഞു പോകും. ഇനി അരപ്പിന് വേണ്ടിയിട്ടുള്ള കൂട്ടും കൂടെ നമുക്ക് നോക്കാം. ഏകദേശം 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അരമുറി തന്നെ ഉണ്ടാവില്ല. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഈ 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 ചെറിയ ഉള്ളിയാണ്. അതിനൊപ്പം തന്നെ ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. അപ്പം ഞാനിവിടെ 3 പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒരല്പം പോലും വെള്ളം ചേർക്കാതെ മിക്സിയിൽ നിന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പം ഞാനൊരു ചട്ടിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു വറ്റൽമുളക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ മിക്സിയിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അരപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് അടുക്കി പിടിക്കും. അതൊരു 1 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പടവലങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പടവലങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് 1-2 മിനിറ്റും കൂടെ ആ പടവലങ്ങയൊക്കെ ഒന്ന് വാടി വരുന്നിടം വരെ ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. അപ്പോൾ ചില പടവലങ്ങയിൽ നിന്നൊക്കെ ഒരുപാട് വെള്ളം ഇറങ്ങും. അങ്ങനെയുള്ളതാണെങ്കിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ പടവലങ്ങയിൽ നിന്ന് അങ്ങനെ അധികം വെള്ളം ഇറങ്ങി വരുന്ന തരത്തിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും ഇത് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പടവലങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്തിട്ട് ചെറുതീയിൽ തന്നെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം വെള്ളം ഇറങ്ങുന്ന പടവലങ്ങയാണെങ്കിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ. ഇപ്പോൾ പടവലങ്ങയൊക്കെ ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഒരല്പം വെള്ളം കൂടെയൊക്കെ പറ്റാനുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കണം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി അഥവാ ഈ സമയത്ത് വെള്ളം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ മൂടി വെക്കേണ്ടതിന് പകരം തുറന്ന് വെച്ച് ബാക്കി വേവിച്ചെടുത്താൽ മതി. തീ വേണമെങ്കിൽ ഒരല്പം കൂട്ടിയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല, വിട്ട് കിട്ടുന്ന പരുവാണ്. തണുക്കുമ്പം ഇത് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് തന്നെ വരും. അപ്പോൾ ഞാനിവിടെ തീ ഓഫ് ചെയ്യുവാണ്. പിന്നെ ഇത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തേങ്ങയുടെ അളവാണ്. തേങ്ങയുടെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ കുഴഞ്ഞ പോലെ ഇരിക്കും. അപ്പം ഒരുപാട് തേങ്ങ ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഈ ചേർത്തിരിക്കുന്ന തേങ്ങയുടെ കണക്ക്, അതായത് 250 ഗ്രാം പടവലങ്ങയ്ക്ക് 1/2 കപ്പ് തേങ്ങ, നല്ല കറക്റ്റായിട്ടുള്ള കണക്കാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പടവലങ്ങയുടെയും പരിപ്പിൻ്റെയും എല്ലാം കൂടെ ഗുണം ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.